നമസ്കാരം. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ചരിത്രത്തില് എപ്പോഴും ശാസ്ത്രജ്ഞരുടെ വിജയങ്ങളെയാണ് നമ്മൾ ആഘോഷിക്കാറുള്ളത്. എന്നാൽ അതേസമയം ചില സാധാരണ മനുഷ്യരുടെ ജീവിതം തന്നെ ശാസ്ത്രീയ പഠനങ്ങൾക്കുള്ള ഒരു പാഠപുസ്തകമായി മാറാറുണ്ട്. ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് ഫിനിയാസ് ഗേജ്. ആരായിരുന്നു ഫിനിയാസ് ഗേജ്? 1823 ജൂലൈ 9 അമേരിക്കയിലെ ന്യൂ ഹാംഷെയർ എന്ന സ്ഥലത്തായിരുന്നു ഫിനിയാസ് ഗേജ് ജനിച്ചത്. ഒരു സാധാരണ കർഷക കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ വളർന്ന ഗേജിന് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ലഭിച്ചിരുന്നില്ല. എങ്കിലും ഇദ്ദേഹത്തിന്റെ കഠിനാധ്വാനവും പ്രാക്ടിക്കൽ ഇന്റലിജൻസും ഒക്കെ കൊണ്ട് അദ്ദേഹം ഒരു റെയിൽവേ മേഖലയിൽ സ്വന്തമായി ഒരു സ്ഥാനം നേടിയെടുത്തു. ഫിനിയാസ് ഗേജ് വെറും ഒരു സാധാരണ റെയിൽവേ എംപ്ലോയി ആയിരുന്നില്ല. തന്റെ 25ാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹം ഒരു മികച്ച ഫോർമാനായി ഉയർന്നിരുന്നു. കഠിനമായ പാറകൾ പൊട്ടിച്ചു മാറ്റുന്ന ജോലിയുടെ മേൽനോട്ടമായിരുന്നു ഫിനിയാസ് ഗേജിൻ്റെത്. വളരെ കൃത്യനിഷ്ഠയുള്ള ബുദ്ധിമാനായ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. വളരെ സമാധാനപ്രിയനും മാന്യനുമായിരുന്നു ഫിനിയാസ് ഗേജ്. മറ്റുള്ളവരോട് വളരെ ആദരവോടുകൂടിയാണ് ഇദ്ദേഹം എപ്പോഴും പെരുമാറിയിരുന്നത്. തന്റെ ജോലിക്കാരെ നയിക്കുവാനുള്ള മികച്ച നേതൃത്വ പാഠവും അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഇദ്ദേഹത്തിന് കൈമുതലായി ഉണ്ടായിരുന്നു. എല്ലാവർക്കും വിശ്വസിക്കാവുന്ന ഒരു നല്ല സുഹൃത്ത് എന്നതായിരുന്നു ഫിനിയാസ് ഗേജ്. എന്നാൽ 1848 സെപ്റ്റംബർ 13 വൈകുന്നേരം 4:30 എല്ലാം മാറിമറിഞ്ഞു. വെർമോണ്ട് മേഖലയിലുള്ള ഒരു റെയിൽവേ പാത നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ഫിനിയാസ് ഗേജ്. ഈ റെയിൽവേ പാതയുടെ നിർമ്മാണത്തിന് തടസ്സമായി നിന്നിരുന്ന ഒരു വലിയ പാറക്കൂട്ടത്തെ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ഉടച്ച് മാറ്റി പാത നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു ഫിനിയാസ് ഗേജിന്റെ ദൗത്യം. ഇതിനുവേണ്ടി അദ്ദേഹം ഒരു ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ചിരുന്നു. ഇതിനെ ടാമ്പിംഗ് അയൺ എന്നാണ് വിളിച്ചിരുന്നത്. ഇത് ഉപയോഗിച്ച് പാറയിൽ ഒരു തുളയുണ്ടാക്കി അതിൽ വെടിമരുന്ന് നിറച്ച് അത് ഒരു സ്ഫോടനം നടത്തി ആണ് ഈ പാറക്കൂട്ടത്തെ നീക്കം ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് സംഭവിച്ച ഒരു ചെറിയ അശ്രദ്ധ, ആ സമയത്തുണ്ടായ ഒരു തീപ്പൊരി മൂലം ഏതാണ്ട് 3 അടി നീളവും 6 കിലോ ഭാരവുമുള്ള ഈ ഒരു ടാമ്പിംഗ് അയൺ അല്ലെങ്കിൽ ഈ ഇരുമ്പ് ദണ്ട് ഗേജിന്റെ ഇടത് കവിളിലൂടെ കയറി തലയോട്ടിക്ക് മുകളിലൂടെ പുറത്തേക്ക് തെറിച്ചുപോയി. ഏതാണ്ട് ഒരു 50 അടി അകലെയാണ് ഈ ഇരുമ്പ് ദണ്ട് ചെന്ന് വീഴുന്നത്. ഒരു മിസൈൽ വേഗത്തിൽ, ഒരു ബുള്ളറ്റ് പാഞ്ഞു പോകുന്ന വേഗതയോട് കൂടിയാണ് ഈ ദണ്ട് ഫിനിയാസ് ഗേജിന്റെ തലച്ചോറ് തുളർന്ന് പുറത്തേക്ക് പോയത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ അപകടത്തിന്റെ ഭീകരാവസ്ഥ എന്തായിരുന്നു. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, ഫിനിയാസ് ഗേജ് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹം എഴുന്നേറ്റ് നിന്നു, സംസാരിക്കാൻ തുടങ്ങി. അവിടെ കൂടി നിന്നവർ എല്ലാവരും കരുതി ഫിനിയാസ് ഗേജ് മരിച്ചിരുന്നു എന്നാണ്. അപകടത്തെ തുടർന്ന് ഉടനെ തന്നെ ഇദ്ദേഹത്തെ വെർമോണ്ടിലെ തന്നെ ഉള്ള ഒരു പ്രാദേശിക ക്ലിനിക്കിലോട്ട് മാറ്റി. ആ ക്ലിനിക്കില് ഫിനിയാസ് ഗേജിനെ ട്രീറ്റ് ചെയ്തത് ഡോക്ടർ ജോൺ മാർട്ടിൻ ഹാർലോ ആയിരുന്നു. ഡോക്ടർ ജോൺ മാർട്ടിൻ ഹാർലോ ഉടൻ തന്നെ ഫസ്റ്റ് എയ്ഡ് നൽകി മുറിവ് വൃത്തിയാക്കുകയും തലച്ചോറിലെ രക്തസ്രാവത്തെ നിയന്ത്രിക്കുകയും അണുബാധ തടയുവാനുള്ള ശ്രമങ്ങൾ തുടങ്ങുകയൊക്കെ ചെയ്തു. അക്കാലത്ത് ആന്റിബയോട്ടിക്കുകൾ ഒന്നും തന്നെ നിലവിലില്ല. എങ്കിലും ഫിനിയാസ് ഗേജ് ഈ ഒരു അപകടത്തെ തരണം ചെയ്തത് തീർച്ചയായും നമുക്ക് വിശ്വസിക്കുന്നതിനപ്പുറമാണ്, നമ്മളെ അതിശയിപ്പിക്കുന്നതായിരുന്നു. ഡോക്ടർ ഹാർലോ എത്തിയപ്പോൾ ഗേജ് ബോധം പറയാതെ ഇരിക്കുകയായിരുന്നു. ഉടൻ തന്നെ അദ്ദേഹം മുറിവ് വൃത്തിയാക്കുകയും തലച്ചോറിന്റെ ഭാഗത്ത്, ബ്രെയിനിന്റെ ആ ഭാഗത്ത് ഉണ്ടായിരുന്ന സ്കള്ളിന്റെ ഫ്രാഗ്മെന്റ്സ്, തലയോട്ടി കഷ്ണങ്ങളൊക്കെ നീക്കം ചെയ്തു. പക്ഷെ എങ്കിലും ഗേജിന്റെ മുറിവിൽ വലിയ തോതിൽ തന്നെ അണുബാധ ഏറ്റു. അണുബാധയെ തുടർന്ന് പിന്നീട് ഫിനിയാസ് ഗേജ് ഒരു കോമ സ്റ്റേറ്റിലോട്ട് മാറി. എന്നാൽ ഡോക്ടർ ഹാർലോ വൃത്തിയായി തന്നെ മുറിവിനെ സംരക്ഷിക്കുകയും അതിനുള്ള ചികിത്സ നൽകിയതുകൊണ്ട് മുറിവിനുള്ള ചീഞ്ഞ ഭാഗങ്ങളെല്ലാം നീക്കം ചെയ്യുകയും അതിൽ നിന്നുണ്ടായ ചോരയും ചലവും പഴുപ്പും ഒക്കെ പൂർണ്ണമായും നീക്കം ചെയ്തു. അതുകൊണ്ട് തന്നെ ഫിനിയാസ് ഗേജിന്റെ ജീവൻ രക്ഷിക്കാനായി. എല്ലാവരും കരുതി ഗേജ് മരിച്ചിരിക്കും എന്നാണ്. പക്ഷേ എല്ലാവരുടെ പ്രതീക്ഷ കൈവിട്ടപ്പോഴും ഡോക്ടർ ഹാർലോ മാത്രം പ്രതീക്ഷ കൈവിട്ടില്ല. ഏകദേശം 2.5 മാസത്തോളം ഡോക്ടർ ഹാർലോയുടെ ചികിത്സയിലായിരുന്നു ഫിനിയാസ് ഗേജ്. ചികിത്സ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ശാരീരികമായി സുഖം പ്രാപിച്ചു. അദ്ദേഹത്തിന്റെ ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു, ലെഫ്റ്റ് ഐയുടെ. ഡോക്ടർ ഹാർലോ കേവലം ശാരീരിക ചികിത്സ മാത്രമല്ല നടത്തിയിരുന്നത്. അപകടത്തിന് ശേഷം ഗേജിന്റെ പെരുമാറ്റത്തിലുണ്ടായ മാറ്റങ്ങളെല്ലാം അദ്ദേഹം കൃത്യമായി നിരീക്ഷിക്കുകയും അതിന്റെ എല്ലാം റെക്കോർഡ് എഴുതി സൂക്ഷിക്കുകയും തലച്ചോറിലുണ്ടായ അപകടത്തിന്റെ വിഷ്വൽ ഗ്രാഫിക്സ് എല്ലാം അദ്ദേഹം വരച്ച് ചേർത്ത് അത്തരത്തിലുള്ള വളരെ വിപുലമായ ഒരു ഡാറ്റ തന്നെ ഡോക്ടർ ഹാർലോ സംരക്ഷിച്ചു വെച്ചു. പക്ഷേ ഫിനിയാസ് ഗേജിന്റെ വ്യക്തിത്വത്തെ കുറിച്ച് അദ്ദേഹം പൂർണ്ണമായി മനസ്സിലാക്കിയപ്പോഴത്തേക്കും ഒരു കാര്യം മനസ്സിലായി: ഗേജ് പഴയ ഗേജ് അല്ല, ഫിനിയാസ് ഗേജ് ആകെ മാറിയിരിക്കുന്നു. ഈ ഒരു കാര്യം ലോകത്തോട് ആദ്യം വിളിച്ചു പറഞ്ഞത് ഡോക്ടർ ഹാർലോ ആയിരുന്നു.
അപകടത്തിന് മുൻപുള്ള ഫിനിയാസ് ഗേജ് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവനായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഡോക്ടർ ഹാലോയും സുഹൃത്തുക്കളും പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്: ഉത്തരവാദിത്വമുള്ള, വളരെ കൃത്യനിഷ്ഠയുള്ള ഒരു വ്യക്തിത്വത്തിനുടമ, വളരെ ശാന്ത സ്വഭാവക്കാരൻ, പെട്ടെന്ന് ദേഷ്യം വരാത്ത, ചിന്തിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു മികച്ച വ്യക്തി. അതിലുപരി ഇദ്ദേഹം നല്ലൊരു നേതാവ് കൂടിയായിരുന്നു. റെയിൽവേയിലെ തൊഴിലാളികളെ നയിക്കാൻ കഴിവുള്ള വിശ്വസ്തനായ ഒരു സൂപ്പർവൈസർ. ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു ഫിനിയാസ് ഗേജ്. അപകടത്തിന് ശേഷമുള്ള മാറ്റങ്ങൾ ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം. പരിക്ക് പറ്റിയതിനു ശേഷം 2.5 മാസം കഴിഞ്ഞതിന് ശേഷം ഫിനിയാസ് ഗേജ് മാനസികമായി പൂർണ്ണമായും മറ്റൊരു മനുഷ്യനെ മാറി. മര്യാദയില്ലാത്ത പെരുമാറ്റം, വളരെ ഇംപൊളൈറ്റ് ആയിട്ട്, വളരെ റൂഡായിട്ടാണ് അതിനുശേഷം ഫിനിയാസ് ഗേജ് മറ്റുള്ളവരോട് പെരുമാറിയിരുന്നത്. അദ്ദേഹം മറ്റുള്ളവരോട് വളരെ മോശമായി സംസാരിക്കാൻ തുടങ്ങി. തന്റെ സംഭാഷണത്തിൽ അശ്ലീലമായ പദങ്ങളും വാക്കുകളും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. ഇതൊക്കെ വളരെ പതിവായി ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നു. അതിലുപരിയായി ഫിനിയാസ് ഗേജിന് തന്റെ മേലുള്ള ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടു. വളരെ ഇമ്പൾസീവായി പെരുമാറുവാൻ തുടങ്ങി. എന്ത് ചെയ്യുമ്പോഴും വളരെ കാൽക്കുലേറ്റീവ് മാത്രമായി ചിന്തിച്ചുകൊണ്ട് പെരുമാറിയിരുന്ന അദ്ദേഹം ഇപ്പോൾ അങ്ങനത്തരത്തിലുള്ള ഒരു വ്യക്തിയല്ല. ഒന്നും ചിന്തിക്കാതെ വളരെ പെട്ടെന്ന് എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിയായി മാറി. സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതുമില്ല. അതിലുപരി അദ്ദേഹത്തിന്റെ ആ ഒരു ഉത്തരവാദിത്തമില്ലായ്മ, ജോലിയിൽ ശ്രദ്ധയില്ലാതെയായി. ഭാവിയിലേക്ക് പ്ലാൻ ചെയ്യുവാനോ പറഞ്ഞ വാക്കിന് വില കൽപ്പിക്കുവാനോ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്തു തീർക്കുവാനോ ഒന്നും ഫിനിയാസ് ഗേജിന് കഴിഞ്ഞില്ല. സ്ഥിരതയില്ലാത്ത മനസ്സായിരുന്നു പിന്നെ ഫിനിയാസ് ഗേജ് ഉണ്ടായിരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുക്കും. അതുപോലെ ഒന്നിനു പുറകെ ഒന്നായിട്ട് തീരുമാനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയും ഒന്നിലും ഉറച്ചു നിൽക്കാതെ ഇരിക്കുകയും ചെയ്തു. ശാരീരികമായി അദ്ദേഹം സുഖം പ്രാപിച്ചുവെങ്കിലും മാനസികമായ മാറ്റങ്ങൾ അദ്ദേഹത്തിന്റെ സാമൂഹ്യ ജീവിതത്തെയും ജോലിയെയും ഒക്കെ സാരമായി ബാധിച്ചു. അദ്ദേഹം ജോലിയില്ലാത്ത ഒരു വ്യക്തിയായി മാറി. ഈ മോശം പെരുമാറ്റം കാരണം ആ റെയിൽവേ കമ്പനി ഫിനിയാസ് ഗേജിനെ ടെർമിനേറ്റ് ചെയ്തു, പിരിച്ചുവിട്ടു കമ്പനിയിൽ നിന്നും. പിന്നീട് അദ്ദേഹം ഒരു സ്ഥിരമായ ഒരു ജോലി അതിനുവേണ്ടി ശ്രമിക്കുകയും എന്നാൽ എങ്ങും തന്നെ എത്തിച്ചേർന്നതുമില്ല. ഒരു കുതിരവണ്ടിക്കാരനായി മാറാൻ നോക്കി. അതോടൊപ്പം തന്നെ ഫാമുകളിലെ ചെറിയ ജോലികളൊക്കെ ചെയ്യാൻ അദ്ദേഹം പരിശ്രമം നടത്തി. പക്ഷെ അതിലൊന്നും തന്നെ വിജയിച്ചില്ല. അക്കാലത്താണ് അദ്ദേഹം തന്റെ കയ്യിലുണ്ടായിരുന്ന ഈ ഒരു ടാമ്പിങ്ങയാണ്, തന്റെ തലച്ചോറ് പുലർത്തിക്കൊണ്ട് പുറത്തേക്ക് വന്ന ഈ ഒരു ദണ്ഡുമായിട്ട് അമേരിക്കയിലെ ബാർണംസ് മ്യൂസിയത്തിന്റെ ഫ്രണ്ടിൽ നിൽക്കുമായിരുന്നു. അവിടെ കാഴ്ചക്കാരായി വരുന്നവർ എന്തെങ്കിലുമൊക്കെ കോയിൻസ് ഒക്കെ ഫിനിയാസ് ഗേജിന് കൊടുക്കുമായിരുന്നു. ഇത്തരത്തിലായിരുന്നു ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. 1852 അദ്ദേഹം ചിലിയിലേക്ക് താമസം മാറി. അവിടെ ഒരു കുതിരവണ്ടിക്കാരനായി തന്റെ ജീവിതം നടത്തിക്കൊണ്ടു പോവുകയായിരുന്നു. അക്കാലത്ത് അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉള്ളതായി രേഖപ്പെടുത്തിയിരുന്നു. 1860 കൂടി അദ്ദേഹത്തിന്റെ ആരോഗ്യം മോശമാകാൻ തുടങ്ങി. തുടർന്ന് ചിലിയിൽ നിന്ന് അദ്ദേഹം തന്റെ അമ്മയുടെ അടുത്തേക്ക് തിരിച്ചെത്തി, സാൻ ഫ്രാൻസിസ്കോയിലോട്ട് തിരിച്ചെത്തി. ഈ ബ്രെയിനിലുണ്ടായ പരിക്കിന്റെ ആഘാതത്തെ തുടർന്ന് അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് കഠിനമായ അപസ്മാരം വരുമായിരുന്നു, സീഷേഴ്സ്. ഇതേ തുടർന്ന് ഇത് കാലക്രമേണ ഈ അപസ്മാരത്തിന്റെ ഫ്രീക്വൻസി കൂടിക്കൂടി വരാൻ തുടങ്ങി. 1860 മെയ് 21 തന്റെ 36-ാമത്തെ വയസ്സിൽ ഫിനിയാസ് ഗേജ് കഠിനമായ അപസ്മാരത്തെ തുടർന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞു. ഫിനിയാസ് ഗേജിന്റെ ശവശരീരം അടക്കം ചെയ്തു വർഷങ്ങൾക്ക് ശേഷം ഡോക്ടർ ഹാർലോ ഫിനിയാസ് ഗേജിന്റെ കുടുംബത്തിന്റെ അനുമതിയോടുകൂടി ഗേജിന്റെ തലയോട്ടി പുറത്തെടുത്തു. ഈ തലയോട്ടി പിന്നീട് വളരെയധികം ന്യൂറോ സയന്റിസ്റ്റുമാർക്ക് ഗവേഷണങ്ങൾക്കുള്ള ഒരു വസ്തുവായി മാറി. ഡോക്ടർ ഹാർലോ ഫിനിയാസ് ഗേജിന്റെ ബ്രെയിനെ കുറിച്ച് നടത്തിയ റിസർച്ചിൽ 2 പ്രധാന കാര്യങ്ങളാണ് തെളിഞ്ഞത്. അതിൽ ഒന്നാമത്തേതാണ് ഫ്രോണ്ടൽ ലോബിന്റെ ധർമ്മം. അതായത് നമ്മുടെ തലച്ചോറിന്റെ മുൻഭാഗത്തുള്ള ഈ ഒരു ഭാഗത്തെയാണ് ഫ്രോണ്ടൽ ലോബ് എന്ന് വിളിക്കുന്നത്. അതാണ്, ഈ ഒരു ഭാഗമാണ് നമ്മുടെ സ്വഭാവം, നമ്മുടെ സാമൂഹിക പെരുമാറ്റം, നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കഴിവ് എന്നിവയൊക്കെ നിയന്ത്രിക്കുന്നത്. ഈ ഒരു സംഭവത്തിലൂടെയാണ് ലോകത്തിന്റെ മുന്നിൽ നമ്മുടെ ഫ്രോണ്ടൽ ലോബിനെ കുറിച്ചുള്ള അറിവുകൾ ലോകത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത്. രണ്ടാമത്തെ ഒരു അറിവാണ് മസ്തിഷ്കത്തിന്റെ അല്ലെങ്കിൽ തലച്ചോറിന്റെ പ്രാദേശികവൽക്കരണം. ഇതിനെ ലോക്കലൈസേഷൻ ഓഫ് ബ്രെയിൻ ഫംഗ്ഷൻ എന്നാണ് വിളിക്കുന്നത്. അതായത് തലച്ചോറിന്റെ ഓരോ ഭാഗവും വ്യത്യസ്തമായ ഭാഗങ്ങൾ ഓരോരോ വ്യത്യസ്തമായ കാര്യങ്ങളാണ് നിയന്ത്രിക്കുന്നത്. നമ്മുടെ ചിന്തയെയും പെരുമാറ്റത്തെയും നിയന്ത്രിക്കുന്ന ഭാഗത്തിന് പരിക്കേറ്റാൽ ബുദ്ധിയെയോ ഓർമ്മയെയോ ബാധിക്കാതെ തന്നെ ഒരാളുടെ വ്യക്തിത്വം മാറാം എന്നുള്ള ഒരു അറിവ് ലോകത്തിന്റെ മുന്നിൽ ഹാർലോ മുന്നോട്ട് വെച്ചു. മസ്തിഷ്കത്തിൽ ഏൽക്കുന്ന ഏതൊരു ആഘാതവും ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ എങ്ങനെ മാറ്റുന്നു എന്ന് ആദ്യമായി ലോകത്തിന് കാണിച്ചു കൊടുത്തത് ഡോക്ടർ ഹാർലോയുടെ ഈ കണ്ടെത്തലുകളാണ്. ആധുനിക ന്യൂറോ സയൻസിന്റെ വളർച്ചയിൽ ഈ ഒരു കേസ്
വളരെ വലിയൊരു നിർണായകമായ പങ്കാണ് വഹിച്ചിരിക്കുന്നത്. ഫിനിയാസ് ഗേജിന്റെ മരണത്തിന് ഏകദേശം 134 വർഷങ്ങൾക്ക് ശേഷം 1994 ഹന്ന ഡമാസിയോയും അവരുടെ കൂട്ടാളികളും ഫിനിയാസ് ഗേജിന്റെ യഥാർത്ഥ തലയോട്ടിയുടെ അളവുകൾ എടുത്തു. അതുപയോഗിച്ച് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി ഫിനിയാസ് ഗേജിന്റെ തലയോട്ടിയുടെ അവർ സ്കള്ളിന്റെ ഒരു 3D വിർച്വൽ മാതൃക, ഒരു മോഡൽ അവരുണ്ടാക്കി. ഇത് അപകടം നടന്ന സമയത്ത് ഫിനിയാസ് ഗേജിന്റെ ഈ സ്കള്ള് എങ്ങനെയായിരുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിച്ചു. ഇതിനോടൊപ്പം ഗേജിന്റെ കൂടെ തന്നെ മറവ് ചെയ്തിരുന്ന ആ ഒരു ടാമ്പിംഗ് അയൺ, ആ ഇരുമ്പ് തണ്ട്, അതിനെ ഒരു പുറത്തെടുത്തു. അതിന്റെ അളവുകളും വളരെ കൃത്യമായി എടുത്തു. ഈ ഒരു അയൺ റോഡ് തലച്ചോറിലേക്ക് കടന്നു പോകുന്ന പ്രവേശന കവാടങ്ങൾ, അതിനെ എൻട്രി പോയിന്റ് എന്നാണ് അവർ വിളിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ പുറത്തേക്ക് തെറിച്ചുപോയ ഭാഗം, അതിനെ അവർ എക്സിറ്റ് പോയിന്റ് എന്ന് പറഞ്ഞു. കമ്പ്യൂട്ടർ മോഡലിന്റെ സഹായത്തോടെ അവർ പരിശോധിക്കുമ്പോൾ ഇതിനായി 20 എൻട്രി പ്രവേശങ്ങളും അല്ലെങ്കിൽ എൻട്രി പോയിന്റുകളും 16 പുറത്തേക്ക് കടന്ന എക്സിറ്റ് പോയിന്റുകളും അവർ നിർണയിച്ചു. പല തവണ എക്സ്പെരിമെന്റ് നടത്തിയതിൽ നിന്നും ഈ ഒരു ദണ്ട് കടന്നുപോയ ഏറ്റവും സാധ്യതയുള്ള 5 പാതകൾ അവർ കണ്ടെത്തി. ഇതിൽ നിന്നാണ് തലച്ചോറിന്റെ ഏത് ഭാഗത്താണ് കൃത്യമായി പരിക്കേറ്റതെന്ന് ഡമാസിയോസിന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. ഗേജിന്റെ മാത്രം കഥ നോക്കാതെ സമാനമായ ഫ്രോണ്ടൽ ലോബ് ഡാമേജുകൾ ഉള്ള മറ്റ് 12 രോഗികളുടെ അവസ്ഥ കൂടി ഡമാസിയോ പഠനവിധേയമാക്കി. ഇത് ഒരു റിലയബിലിറ്റിക്കും അതിന്റെ കോറിലേഷനും ഒക്കെ വെച്ച് നോക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു പഠനം നടത്തിയത്. അവരിലും ഫിനിയാസ് ഗേജിന് ഉണ്ടായ വികാരങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാത്ത പേഴ്സണാലിറ്റി ചേഞ്ചസ് ഉള്ള അത്തരത്തിലുള്ള അവസ്ഥകൾ ഈ 12 രോഗികളിലും ഡമാസിയോന് കാണുവാൻ കഴിഞ്ഞു. ഇതോടെ ഫ്രോണ്ടൽ ലോബിന്റെ ധർമ്മം എന്താണെന്ന് അവർക്ക് ഉറപ്പിക്കുവാൻ കഴിഞ്ഞു. ഇതിന്റെ ഫലം എന്താണ് ആധുനിക ലോകത്തിന്? ഈ പഠനത്തിലൂടെ ഡമാസിയോ ലോകത്തിന് തെളിയിച്ചു കൊടുത്തത് തലച്ചോറിലെ ഫ്രോണ്ടൽ ലോബ്, പ്രത്യേകിച്ച് വെൻട്രോ മീഡിയൽ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് ഒരു മനുഷ്യന്റെ സാമൂഹികമായ പെരുമാറ്റത്തെയും തീരുമാനങ്ങളെയും നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ്. ബുദ്ധിശക്തി കുറയാതെ തന്നെ ഒരാളുടെ സ്വഭാവം എങ്ങനെ മാറുവാൻ കഴിയും, എങ്ങനെയാണ് മാറുന്നത് ഇത്തരം പരിക്കുകളിലൂടെ എന്ന് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തു. ഇപ്പോഴും അമേരിക്കയിലെ മസാച്യുസെറ്റ്സിലുള്ള ഹാർവാർഡ് മെഡിക്കൽ സ്കൂളിന്റെ കീഴിലുള്ള വാരൻ അനാട്ടമിക്കൽ മ്യൂസിയത്തിൽ ഫിനിയാസ് ഗേജിന്റെ ആ ഒരു സ്കള്ളും അദ്ദേഹത്തിന്റെ ബ്രെയിൻ തുളഞ്ഞ് കയറിയ ആ ഒരു ഇരുമ്പ് ദണ്ടും അവിടെ ഒരു പ്രദർശന വസ്തുവായി വെച്ചിട്ടുണ്ട്. ആ ദണ്ടിൽ ഗേജിന്റെ പേരും അപകടം നടന്ന തീയതിയും കുത്തിവെച്ചിട്ടുണ്ട്. അതില് ഇന്നും ശാസ്ത്രജ്ഞർ ഈ സ്കള്ള്, ഫിനിയാസ് ഗേജിന്റെ ഈ തലയോട്ടി ഉപയോഗിച്ച് പഠനങ്ങൾ നടത്തുവാറുണ്ട്. ആധുനിക സ്കാനിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തലച്ചോറിന്റെ ഏത് ഭാഗത്താണ് കൃത്യമായി പരിക്കേറ്റതെന്ന് കണ്ടെത്താൻ ഇത് സഹായിക്കുന്നു. മനുഷ്യന്റെ തലച്ചോറിനെ കുറിച്ചുള്ള പഠനങ്ങളിൽ ഇത്രയധികം സ്വാധീനം ചെലുത്തിയ മറ്റൊരു കേസ് ചരിത്രത്തിലുണ്ടായിട്ടില്ല. ആധുനിക മനഃശാസ്ത്രത്തിന്റെയും ന്യൂറോ സൈക്കോളജിയുടെയും ന്യൂറോ സയൻസിന്റെയും ഒക്കെ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്കിലെല്ലാം നിറഞ്ഞാടിയ ഒരു വ്യക്തിത്വമാണ് ഫിനിയാസ് ഗേജ്. അതുകൊണ്ട് തന്നെയാണ് ഫിനിയാസ് ഗേജ് എന്ന നാമം ശാസ്ത്രലോകം ഒരിക്കലും വിസ്മരിക്കത്തില്ല. സുഹൃത്തുക്കളെ, എന്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, അതുപോലെ ഷെയർ ചെയ്യൂ. മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട രസകരവുമായ വിജ്ഞാനപ്രദവുമായ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കാണുന്നവരേക്കും എല്ലാവർക്കും ശുഭദിന ആശംസകൾ. താങ്ക് യു.